ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ദി ജംഗിൾ എയർ ക്രാഷ് എന്ന യൂണിറ്റിൽ വരുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഫസ്റ്റ് വരുന്നത് ലെറ്റസ് റീവിസിറ്റ് ആൻഡ് റിഫ്ലക്റ്റ്. അതിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഹാവ് ഓൾവേസ് എൻജോയ്ഡ് ഫ്ലൈയിങ്, സേസ് ദ നെറേറ്റർ. വുഡ് യു ലൈക്ക് ടു ഫ്ലൈ? ഗിവ് റീസൺസ്. എന്താണ് നെറേറ്റർ പറയുന്നുണ്ട്, ആ ഫ്ലൈയിങ് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന്. നിങ്ങൾക്കും അതുപോലെ ഫ്ലൈ ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് എഴുതണം. ഓക്കെ, എങ്ങനെ എഴുതാം? യെസ്, ഐ വുഡ് ലൈക്ക് ടു ഫ്ലൈ. അതെ, എനിക്ക് ഫ്ലൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഇറ്റ് ഗീവ്സ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു കണക്ട് വിത്ത് ദ clouds and the sky and disconnect from the earth, its noise and pollution. അതെ, എന്തു പറയാം? അതിന് നിങ്ങൾക്ക് എന്താണ് റീസൺ എന്ന് വെച്ചാൽ അത് എഴുതാം. ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് ക്ലൗഡ്സുമായിട്ട്, മേഘങ്ങളായിട്ട്, അതുപോലെ ആകാശമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ് അല്ലേ ഫ്ലൈ ചെയ്യുന്നതിലൂടെ. അതുപോലെ തന്നെ എന്താണ് ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള, മലിനമായിട്ടുള്ള, അതുപോലെ നോയ്സി ആയിട്ടുള്ള, ഭയങ്കര ബഹളമായിട്ടുള്ള ഈ എർത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് നമ്മളെ ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൺ ഷുഡ് ഓൾവേസ് ലുക്ക് ഫോർ സ്ട്രീംസ് ഇൻ ദ ജംഗിൾ. വൈ? നമ്മൾ കാട്ടിലൊക്കെ അകപ്പെടുകയാണെങ്കിൽ അവിടെ ഒരു സ്ട്രീം, ഒരു അരുവി കണ്ടുപിടിക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സ്ട്രീംസ് ക്യാൻ ആക്ട് ആസ് ഗൈഡ്സ് ഇൻ ദ ജംഗിൾ. Small streams normally flow down to bigger rivers, and we may meet some river bank settlers. Rivers are the roads in the jungle. അരുവി അല്ലെങ്കിൽ നദി എന്നൊക്കെ പറയുന്നത് ഈ കാട്ടിലെ ഒരു വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് അല്ലേ. കാട്ടിലെ റോഡ് എന്നൊക്കെ പറയാം അല്ലേ. ഈ ചെറിയ ചെറിയ നദികൾ, അരുവികൾ അവയൊക്കെ പോയിട്ട് വലിയ വലിയ റിവേഴ്സുമായിട്ടാണ് കൂടിച്ചേരുന്നത് അല്ലേ. അതുപോലെ ഈ റിവറിൻ്റെ എല്ലാം തീരത്ത് താമസിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവരിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ അതൊരു വലിയ ഹെൽപ്പാകും. അതുകൊണ്ടാണ് നമ്മൾ കാട്ടിലെല്ലാം അകപ്പെടുമ്പോൾ ഒരു സ്ട്രീം കണ്ടുപിടിക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് മൈറ്റ് ഹാവ് സേവ്ഡ് ജൂലിയാനേസ് ലൈഫ്. ജൂലിയാനയുടെ ജീവിതം സേവ് ചെയ്ത് രക്ഷപ്പെടുത്തിയ കാര്യങ്ങൾ എന്തെല്ലാം ആയിരിക്കും? Julian's acquaintance with the jungle life, her practical knowledge how to find the way out from the jungle by following a stream, and her courage and confidence might have helped her to escape from the jungle. ജൂലിയാനയുടെ ജംഗിളുമായിട്ടുള്ള ആ പരിചയം, കാടുമായിട്ടുള്ള ആ പരിചയം കാരണമായിരിക്കാം ആ ഒരു അരുവിയെ ഫോളോ ചെയ്തിട്ട് പുറത്തേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കാം എന്നുള്ള അവളുടെ ആ പ്രാക്ടിക്കൽ നോളജ്, ആ ഒരു പ്രായോഗിക അറിവ് അതായിരിക്കാം. അതുപോലെ തന്നെ അവളുടെ ധൈര്യം, കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഇവയൊക്കെ ആയിരിക്കാം അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക. ആക്ടിവിറ്റി 1, ജൂലിയാന ഫോളോഡ് സർട്ടൻ മെഷേഴ്സ് ടു സേവ് ഹെർസെൽഫ് വെൻ ഷി വാസ് അലോൺ ഇൻ ദ ജംഗിൾ. ലിസ്റ്റ് ദ മെഷേഴ്സ് ആൻഡ് സ്റ്റേറ്റ് ദ റീസൺസ്. ജൂലിയാനെ ആ കാട്ടിൽ അകപ്പെട്ടപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ ഒത്തിരി മാർഗങ്ങൾ അവൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ആ ഓരോ കാര്യങ്ങളും, അവൾ ഫോളോ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും എന്തെല്ലാമാണെന്ന് എഴുതണം. അതുപോലെ തന്നെ അതിനുണ്ടായിട്ടുള്ള റീസൺ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്താണെന്നും എഴുതണം. ഓക്കെ, താഴെ 2 കോളംസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, സ്റ്റെപ്സ് ഫോളോഡ്, ഫോളോ ചെയ്തിട്ടുള്ള സ്റ്റെപ്സ്, കാര്യം എന്താ, മാർഗം എന്താണെന്നാണ്. നെക്സ്റ്റ് വൈ, എന്തുകൊണ്ടെന്നും എഴുതണം. ഫസ്റ്റ് വൺ എന്താണ്? പിക്ക്ഡ് അപ്പ് എ ലോങ് സ്റ്റിക്ക്, ഒരു വലിയ നീളമുള്ള ഒരു വടിയെടുത്തു അല്ലേ. അതിൻ്റെ കാരണം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തത്? ടു പ്രോപ്പ് ദ ഗ്രൗണ്ട് ടു അവോയ്ഡ് പോയിസണസ് സ്നേക്സ്, സ്പൈഡേഴ്സ് ആൻഡ് ആൻഡ്സ്. വിഷമുള്ള പാമ്പുകളോ സ്പൈഡറുകളോ ആൻഡുകളോ എന്തെങ്കിലും നിലത്ത് ഉണ്ടാകുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലുക്ക്ഡ് ഫോർ എ സ്ട്രീം, ഒരു സ്ട്രീം, അരുവി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അല്ലേ. എന്തിനാണ്? ഇഫ് ഷീ ഫോളോഡ് ദ സ്ട്രീം ഷീ മേ ഫൈൻഡ് എ ലാർജർ റിവർ. ഒരു സ്ട്രീം അവൾ കണ്ടെത്തിയാൽ അതിനെ ഫോളോ ചെയ്ത് പോയാൽ അവൾക്ക് അതൊരു വലിയ റിവറിലേക്ക് എത്തിച്ചേരാൻ അവളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ഷീ വാക്ക്ഡ് അലോങ് ദി ബാങ്ക്സ് ഓഫ് ദി റിവർ. അവൾ ആ റിവറിൻ്റെ തീരത്തൂടെ നടന്നു അല്ലേ.
അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? റിവേഴ്സ് ആർ റോഡ്സ് ഇൻ ദി ജംഗിൾ. ഷീ എക്സ്പെക്റ്റഡ് ടു മീറ്റ് ഇന്ത്യൻ ട്രൈബ്സ് ഓർ വൈറ്റ് പ്ലാന്റേഷൻ പീപ്പിൾ. കാട്ടിലുള്ള റോഡാണ് റിവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് അവൾക്ക് കാട്ടുവാസികളായ ആളുകളെയോ അല്ലെങ്കിൽ തോട്ടമുടമകളെയോ അവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് അവൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഷി വാസ് വെരി കെയർഫുൾ ടു വാച്ച് വേർ ഷീ പുട്ട് ഹെർ ഫീറ്റ്. അവൾ ഓരോ കാൽപാദം അവൾ വെക്കുമ്പോഴും അത് എവിടെയാണ് വെക്കുന്നതെന്ന് അവൾ ഒത്തിരി ശ്രദ്ധയോടെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ദ റോട്ടിംഗ് ലീവ്സ് കുഡ് ഹൈഡ് എ സ്നേക്ക് ഓർ എ പോയ്സണസ് തോൺ ബാക്ക് ക്രാബ്. ഇലകൾക്കടിയിൽ വിഷമുള്ള പാമ്പുകളോ അതുപോലെ ഞണ്ടുകളോ ഒക്കെ ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടായിരുന്നു അവൾ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, വെൻ ഷീ ഫൗണ്ട് എ ബോട്ട് ആൻഡ് ഹട്ട് ഷീ സ്പെൻഡ് 1 നൈറ്റ് ദർ. അവൾ ഒരു ബോട്ടും അവിടെ ഒരു കുടിലും കണ്ടൂലേ, അപ്പോൾ അവൾ ഒരു നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. എന്തുകൊണ്ടായിരുന്നു? ഷി ബിലീവ്ഡ് someone would come there and she could escape from the jungle with them. അവിടെ ആരെങ്കിലുമൊക്കെ വരുമെന്നും അവരിലൂടെ അവൾക്ക് രക്ഷപ്പെടാമെന്നും അവൾ വിശ്വസിച്ചു. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. We saw how Juliane survived a plane crash. Like plane crashes, accidents happen on roads and precious lives are lost every day. What steps should we take to prevent accidents on roads? ആ പ്ലെയിൻ ക്രാഷിൽ നിന്ന് ജൂലിയാനെ എങ്ങനെയാണ് രക്ഷപ്പെട്ടിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടുല്ലേ. ഇനി ഇതുപോലെ തന്നെ പ്ലെയിൻ ക്രാഷ് പോലെ നമ്മൾ ഈ റോഡിലുണ്ടാകുന്ന ആക്സിഡൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ, ഒത്തിരി ജീവന് അതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. റോഡ് ആക്സിഡൻസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം സ്റ്റെപ്സ് ഫോളോ ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്നാണ്. താഴെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ അവിടെ ഫില്ല് ചെയ്യണം. സ്റ്റെപ്സ് വി ഷുഡ് ടേക്ക്, നമ്മൾ എടുക്കേണ്ട ഓരോരോ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന്, വൈ എന്തുകൊണ്ടെന്നും എഴുതണം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഓൾവേസ് കീപ്പ് എ സേഫ് ഡിസ്റ്റൻസ് ഫ്രം ദി വെഹിക്കിൾസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. മുന്നിലൂടെ പോകുന്ന വണ്ടിയുമായിട്ട് സേഫായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്, അകലം നമ്മൾ പാലിക്കണം. എന്തുകൊണ്ടാണ്? എനേബിൾസ് ഈസി ബ്രേക്കിംഗ്, അവോയ്ഡ്സ് കൊളിഷൻ. ബ്രേക്ക് പിടിക്കുമ്പോഴൊക്കെ ഈസി ആവാൻ വേണ്ടിയിട്ടും അതുപോലെ എന്താണ് കൂട്ടിയിടിക്കൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുമാണ് അല്ലേ. നെക്സ്റ്റ് വൺ, ഓൾവേസ് കീപ്പ് ലെഫ്റ്റ് ഓൺ ദ റോഡ്സ് വെൻ യു ഡ്രൈവ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ തന്നെ ഓടിക്കണം എന്നാണ്. അതെന്തുകൊണ്ടാണ്? ഹാവ് എ പ്രോപ്പർ വിഷൻ ഓഫ് ദി പെഡസ്ട്രെയിൻസ്. എന്താണ്? നമുക്ക് ആ കാൽനടയാത്രക്കാരെ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നെക്സ്റ്റ്, വിയർ എ ഹെൽമെറ്റ് ആൻഡ് സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റും അതുപോലെ ഹെൽമെറ്റും ധരിക്കണം എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇഞ്ചുറി. അപകടം പറ്റിയാൽ ആ പരിക്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്തെഴുതാം? യൂസ് സീബ്ര ക്രോസിംഗ് ടു ക്രോസ് ദി റോഡ്. റോഡ് ക്രോസ് ചെയ്യാനായിട്ട് സീബ്ര ക്രോസിംഗ് മാത്രം യൂസ് ചെയ്യുക. അതുകൊണ്ട് എന്താണ്? ഹെൽപ്സ് യു ടു ക്രോസ് റോഡ് സേഫ്ലി. റോഡ് നമുക്ക് സേഫായിട്ട് ക്രോസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, നെവർ ക്രോസ് ദ സ്പീഡ് ലിമിറ്റ്. ആ സ്പീഡ് ലിമിറ്റ് ഒരിക്കലും ക്രോസ് ചെയ്യരുത്. പ്രോപ്പർ സ്പീഡ് വിൽ ഹെൽപ്പ് യു ടു റിയാക്ട് വെൽ ആൻഡ് എനേബിൾ ഈസി ബ്രേക്കിംഗ്. ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാനും വണ്ടി നിർത്താനൊക്കെ നമുക്ക് ഹെൽപ്പ് ആകുന്ന ഒരു കാര്യമാണത്. നെക്സ്റ്റ് വൺ, ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺസ് വൈൽ ഡ്രൈവിംഗ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാൻ പാടില്ല. ഇറ്റ് വിൽ ഡിസ്ട്രാക്ട് അവർ അറ്റൻഷൻ ഫ്രം ദി റോഡ്. അതെന്ത് ചെയ്യും? റോഡിലോട്ടുള്ള നമ്മളുടെ ആ ശ്രദ്ധ നമുക്ക് നഷ്ടപ്പെടാൻ കാരണമാകും. നെക്സ്റ്റ്, ഡു നോട്ട് ഓവർടേക്ക് അറ്റ് കർവ്സ്. കർവ്സിൽ വളവുകളിലൊന്നും വെച്ചിട്ട് ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുതെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഓൾ കർവ്സ് വി കനോട്ട് സീ അതർ വെഹിക്കിൾസ് ഓൺ റോഡ്. ഈ വളവുകളിൽ കർവ്സിലെല്ലാം വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള വണ്ടികളെ കറക്റ്റായിട്ട് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ജൂലിയാനെ സർവൈവ് ദ ക്രാഷ് വാസ് ഹെർ എബിലിറ്റി ടു സ്വിം. അതെ, ജൂലിയാനെ അവിടെ നിന്ന് സർവൈവ് ചെയ്യാൻ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു കാരണം എന്താണ്? അവൾക്ക് നീന്താൻ അറിയുമായിരുന്നു അല്ലേ. ആ ഒരു കഴിവാണ് അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചർ ഫ്രം എ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ ഇൻ കേരള. കേരളത്തിലെ ഒരു ഫ്ലഡ്, വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ള സമയത്തുള്ള ഒരു പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. വൈൽ കേരള വാസ് ഫേസിങ് ദ ഫ്ലഡ് ഡിസാസ്റ്റർ, ദ ഫിഷർമെൻ പ്രൂവ്ഡ് ടു ബി റിയൽ ഹീറോസ് റെസ്ക്യൂയിങ് മെനി ലൈവ്സ്. കേരളം വെള്ളപ്പൊക്ക ദുരിതത്തിൽ അകപ്പെട്ടപ്പോൾ ഫിഷർമാനും മീൻപിടുത്തക്കാർ ഒത്തിരി ജീവൻ രക്ഷപ്പെടുത്തി, അവരാണ് റിയൽ ഹീറോസ് എന്ന് തെളിയിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയാണ്. ലിസ്റ്റ് ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ദ ഫിഷർമാൻ ടു ബിക്കം ദ സേവിയേഴ്സ് ഓഫ് ഫ്ലഡ് വിക്ടിംസ്. വെള്ളപ്പൊക്ക ദുരിതത്തിൽ അകപ്പെട്ടിട്ടുള്ള ആളുകളെ
രക്ഷപ്പെടുത്താനായിട്ട് ഫിഷർമാൻസിനെ സഹായിച്ചിട്ടുള്ള അവരുടെ എബിലിറ്റീസ്, കഴിവുകൾ എന്തൊക്കെയാണെന്നാണ്. ഏതൊക്കെയാണ്? എബിലിറ്റി ടു റൈഡ് ബോട്ട്സ്, അതെ, ബോട്ട്സ് ഓടിക്കാനുള്ള അവരുടെ ആ കഴിവ്. നെക്സ്റ്റ് സ്വിമ്മിങ് സ്കില്ല്, ആ നീന്താനുള്ള അവരുടെ കഴിവ്. നെക്സ്റ്റ് അഡ്വഞ്ചറസ് സ്പിരിറ്റ്, ആ സാഹസികമായ ഒരു കാര്യത്തെ ഏറ്റെടുക്കാനുള്ള അവരുടെ ആ ഒരു സ്പിരിറ്റ്. ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ്, മനുഷ്യത്വം, ആ മനുഷ്യരെ ഹെൽപ്പ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു നല്ല ആറ്റിറ്റ്യൂഡിനെയാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഫിഷർമാൻ സേവ്ഡ് മെനി ലൈവ്സ്. ആ ഫിഷർമാൻസിൻ്റെ എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒത്തിരി പേരുടെ ജീവൻ രക്ഷപ്പെടുത്തി. പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദ ടോപ്പിക് കേരള ഡിസാസ്റ്റർ റിലീഫ്, റൈസ് ഓഫ് ദ സൺസ് ഓഫ് ദി സീ ആസ് സൂപ്പർ ഹീറോസ് ഇൻ ദ ഓഷ്യൻ ഓഫ് ഹ്യൂമാനിറ്റി. ഈ ഒരു ടോപ്പിക് വെച്ചിട്ട് ഫിഷർമാൻസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു റൈറ്റപ്പ് എഴുതണം. ഓക്കെ, ടോപ്പിക് എന്താണ്? കേരള ഡിസാസ്റ്റർ റിലീഫ്, കേരള ദുരിതാശ്വാസ പ്രവർത്തകർ. റൈസ് ഓഫ് ദി സൺസ് ഓഫ് ദി സീ ആർ സൂപ്പർ ഹീറോസ് ഇൻ ദ ഓഷ്യൻ ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യത്വത്തിൻ്റെ മഹാസാഗരത്തിൽ കടലിൻ്റെ മക്കൾ അവസരത്തിനെത്തി പ്രവർത്തിച്ച് സൂപ്പർ ഹീറോസായി എന്നാണ്. റൈറ്റപ്പ് എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഹെഡ്ലിങ് കൊടുക്കണം. എങ്ങനെ എഴുതാം? സൺസ് ഓഫ് ദ സീ ഇൻ ദ ഓഷ്യൻ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് കൊടുക്കാം. In the year 2018, Kerala was affected by severe floods due to unusually heavy rainfall during the monsoon season. It was the worst flood ever hit Kerala in nearly a century. Hundreds of people lost their lives and many were missing. Many people lost their houses, domestic animals, agriculture and other properties. Millions of people were evacuated from the affected areas in different districts ഓഫ് ദി സ്റ്റേറ്റ്. 2018 കേരളത്തിലെ അൺയൂഷ്വലായിട്ടുണ്ടായിട്ടുള്ള കനത്ത മഴ കാരണം ഒത്തിരി ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെടുകയും ഒത്തിരി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ആളുകൾക്ക് അവരുടെ വീടുകളും അതുപോലെ ഡൊമസ്റ്റിക് അനിമൽസിന്, അതുപോലെ അവരുടെ കൃഷി, അവരുടെ പ്രോപ്പർട്ടീസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നഷ്ടമായിട്ടുണ്ട്. ഈ വെള്ളപ്പൊക്കം ബാധിച്ച സ്ഥലത്തു നിന്നും ഒത്തിരി ആളുകളെ മറ്റുള്ള സ്റ്റേറ്റ്സിലേക്കെല്ലാം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ലാർജ് സ്കെയിൽ റെസ്ക്യൂ ആൻഡ് റിലീഫ് ടാസ്ക് ഫോഴ്സസ് ഓപ്പറേറ്റഡ് വിത്ത് ദ എയ്ഡ് ഓഫ് state and central governments. Lots of private and charity organizations also immensely contributed in the disaster management. The rescue operations by the fishermen were unforgettable. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ചാരിറ്റി ഓർഗനൈസേഷൻസിൻ്റെ ഭാഗത്തു നിന്നും ഒത്തിരി രക്ഷാപ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഫിഷർമാൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഒരിക്കലും അൺഫോർഗറ്റബിൾ ആയിട്ടുള്ളതാണ്. മോർ ദാൻ 4,500 ഫിഷർമാൻ വിത്ത് അറൌണ്ട് 700 ഫിഷിംഗ് ബോട്ട്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റെസ്ക്യൂ ഓപ്പറേഷൻസ്. They rescued the lives of more than 6,500 people from different parts of the state, risking their own lives. Their courage, ability to swim, adventurous spirit, and above all the human attitude turned the flood water into an ocean of humanity. 4,500 ഫിഷർമാൻസ് 700 ഫിഷിംഗ് ബോട്ടുകളിലായിട്ടാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവർ 6,500 ആളുകളെ അവർ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ആ ധൈര്യവും ആ നീന്താനുള്ള അവരുടെ ആ കഴിവ്, അതുപോലെ ഇതുപോലെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള അവരുടെ ആ സ്പിരിറ്റ്, ഇതെല്ലാം അവിടെ മനുഷ്യത്വത്തിൻ്റെ മഹാസാഗരമാക്കി മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഡ്യൂറിങ് എ നാച്ചുറൽ ഡിസാസ്റ്റർ ലൈക്ക് ഫ്ലഡ് വി ഷുഡ് ആക്ട് ഇൻ്റലിജൻ്റ്ലി ടു മിനിമൈസ് ഡാമേജ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. Hence, it is better to think of what to do and what not to do beforehand so that we won't panic during such disasters. ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്ന സമയത്ത് അതിലൂടെ ഉണ്ടാകുന്ന ഡാമേജുകൾ, നഷ്ടങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂലേ. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം നമ്മൾ ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ച് നമുക്കൊരു മുൻധാരണ ഉണ്ടായിരിക്കണം അല്ലേ. റൈറ്റ് ഡു ഓർ ഡോൺ അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചിട്ട് അത് ഡു ആണോ ഡോണ്ട് ആണോ എന്ന് നമ്മൾ ടിക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ, ലിസൺ ടു ഓൾ വാർണിംഗ്സ് ആൻഡ് അനൗൺസ്മെൻറ്റ്സ് കെയർഫുള്ളി.
വാർണിങ്സ് അതുപോലെയുള്ള അനൗൺസ്മെൻറ്റുകളെല്ലാം നമ്മൾ കെയർഫുള്ളായിട്ട് ശ്രദ്ധയോടെ കേൾക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്താണ്? ഡു ഡോണ്ട് ചെയ്യണമല്ലേ, ഡു ആണ് അത് വരുന്നത്. നെക്സ്റ്റ്, സ്റ്റേ ഓൺ റിവർ ബാങ്ക്സ് വെൻ ദ റിവർ ഈസ് ഇൻ ഫ്ലഡ്. വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത് നമ്മളെന്താണ്, റിവറിൻ്റെ കരയിൽ തന്നെ നിൽക്കണം എന്നാണ് പറയുന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അപ്പോൾ അവിടെ ഡോണ്ട് ആണ് നമ്മൾ ടിക്ക് ചെയ്യുന്നത്. തേർഡ് വൺ, വാക്ക് ഓർ ഡ്രൈവ് അക്രോസ് ദ ഫ്ലോയിങ് ഫ്ലഡ് വാട്ടർ. വെള്ളപ്പൊക്കം നടക്കുമ്പോൾ ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിലൂടെ നമ്മൾ നടക്കുകയോ ഡ്രൈവ് ചെയ്യുകയോ ചെയ്യുക, അത് ചെയ്യാൻ പാടുള്ള കാര്യമാണോ? അല്ല അല്ലേ, അപ്പോൾ ഡോണ്ട് എന്ന് എഴുതാം. നെക്സ്റ്റ് വൺ, ക്യാരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്, പേഴ്സണൽ ഐറ്റംസ് ആൻഡ് വാല്യുവബിൾസ് അപ്സ്റ്റെയേഴ്സ് ഓർ ടു എ സേഫർ പ്ലേസ് ഡ്യൂറിങ് ഫ്ലഡ്. വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവ അപ്സ്റ്റെയേഴ്സിലേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക എന്നത് അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അത് ഡു ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, സീക്ക് ഹെൽപ്പ് ഫ്രം അതേഴ്സ് വെൻ യു ആർ ഇൻ നീഡ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ഹെൽപ്പ് ആവശ്യപ്പെടാമെന്നാണ്. ഓക്കെ, അത് നല്ല കാര്യമാണ്, ഡു ആണ്, ചെയ്യേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ്, ടേക്ക് ആസ് മെനി തിങ്സ് ആസ് പോസിബിൾ ഫ്രം ഹോം വൈൽ എസ്കേപ്പിംഗ് ഫ്രം ഫ്ലഡ്. വെള്ളപ്പൊക്കം ഉള്ള സമയത്ത് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അത് ചെയ്യാൻ പാടുണ്ടോ? അല്ലല്ലേ, നമ്മൾ നമ്മുടെ ജീവനാണ് അപ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത്. അപ്പോൾ അവിടെ ഡോണ്ട് എന്ന കോളത്തിലാണ് ടിക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഡിസ്കസ് ഇൻ ദ ക്ലാസ് ദ അതർ ഡൂസ് ആൻഡ് ഡോൺട്സ് വി നീഡ് ടു ഫോളോ ഡ്യൂറിങ് എ കലാമിറ്റി. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിച്ച് എഴുതാം. ഫസ്റ്റ് വൺ, when the flood disaster is over, precautions to prevent epidemics should be taken. അതെ, ഇതുപോലെയുള്ള ഡിസാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ, ദുരന്തങ്ങൾ കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഒത്തിരി പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതലുകൾ എടുക്കണമെന്നാണ്. അതെന്താണ്? അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡു ആണ് വരുന്നത്. ഈ നെക്സ്റ്റ് വൺ, ആഫ്റ്റർ ദി ഫ്ലഡ് ക്ലീനിങ് ദ അഫക്റ്റഡ് ഹൗസസ് വിൽ ബി എ ഹാർഡ് ടാസ്ക്. യു ഷുഡ് നോട്ട് സീക്ക് ഹെൽപ്പ് ഫ്രം അതേഴ്സ് ഫോർ ക്ലീനിങ് യുവർ ഓൺ ഹൗസസ്. എന്താണ്? ഈ ഫ്ലഡൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ഒത്തിരി ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അതിന് നമ്മൾ ആരുടെയും ഹെൽപ്പ് ആവശ്യപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് എന്താണ് വരുന്നത്? ഡോണ്ട് ആണ് അല്ലേ? ചെയ്യാൻ പാടില്ലാത്ത കാര്യമൊന്നുമില്ല, നമുക്ക് ആരുടെ ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കാം. നെക്സ്റ്റ്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈസ് കണ്ടക്ടിങ് എ വെബിനാർ ഓൺ ദി ടോപ്പിക് ഹൗ ടു സ്റ്റേ സേഫ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് based on the points listed. Prepare a paper for the webinar. ഓക്കെ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വെബിനാർ എന്ന് വെച്ചാൽ എന്താണ്? വെബിനാർ എന്ന് വെച്ചാൽ എ വെബിനാർ ഈസ് എ സെമിനാർ കണ്ടക്റ്റഡ് ഓൺ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ ഓൺലൈനിലായിട്ട് നടക്കുന്ന സെമിനാറിനെയാണ് നമ്മൾ വെബിനാർ എന്ന് പറയുന്നത്. ഓക്കെ, ടോപ്പിക് എന്താണ്? ഹൗ ടു സ്റ്റേ സേഫ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വെബിനാർ പേപ്പർ, സെമിനാർ പേപ്പർ നമ്മൾ തയ്യാറാക്കണം. ഓക്കെ, വെബിനാർ ഓർ സെമിനാർ പേപ്പർ എങ്ങനെ എഴുതാം? ഫസ്റ്റ് പറയുന്ന ആളുടെ പേരെന്താണെന്ന് വെച്ചാൽ എഴുതാം. ആൻഡ് I am here to present a paper on the topic how to stay safe from natural disasters. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പേപ്പറാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് പറയാണ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സച്ച് ആസ് എർത്തുക്വേക്ക്, ഫ്ലഡ്, ലാൻഡ്സ്ലൈഡ്, സൈക്ലോൺ, സുനാമി എക്സെട്ര ആർ ഡിസാസ്റ്റേഴ്സ് ഇവൻറ്റ്സ് ദാറ്റ് മോസ്റ്റ് ഓഫൺ ഹാപ്പൻ വിത്തൗട്ട് വാർണിംഗ്. ഒരു മുന്നറിയിപ്പ് നൽകാതെ വരുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് ഭൂമികുലുക്കം, വെള്ളപ്പൊക്കം, അതുപോലെ മണ്ണിടിച്ചിൽ, കൊടുങ്കാറ്റ്, സുനാമി, അങ്ങനെ ഇവയെല്ലാം. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കോസ് സിവിയർ ഡാമേജ് ടു ഹ്യൂമൻ ആൻഡ് ആനിമൽ ലൈവ്സ്, ഡിസ്ട്രോയ് പ്രോപ്പർട്ടീസ് ആൻഡ് അണ്ടർമൈൻ the ecosystem. It is not easy to prevent natural disasters, but we can take proper precautions to reduce the damage and destructions. ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിലൂടെ നമ്മുടെ മനുഷ്യർക്കും അതുപോലെ മൃഗങ്ങൾക്കും എല്ലാവർക്കും ഒത്തിരി ഡാമേജസ് സംഭവിക്കാറുണ്ട് അല്ലേ? ഇവയെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലെങ്കിലും ഇവ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഡാമേജ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി മുൻകരുതലുകൾ എടുക്കാൻ കഴിയും. In this paper, a few precautionary ways are presented for discussion and study.
കുറച്ച് പ്രിക്കോഷൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ദ എർത്ത് ക്വേക്ക് സ്റ്റേ ഇൻ ഓപ്പൺ ഗ്രൗണ്ട് അവേ ഫ്രം ബിൽഡിങ്സ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻസ് അൺടിൽ ദ ഷേക്ക് സ്റ്റോപ്സ്. ഭൂമികുലുക്കം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബിൽഡിങ്സ് ഒന്നുമില്ലാതെ ഓപ്പൺ ആയി കിടക്കുന്ന ഗ്രൗണ്ട്സിലെല്ലാം പോയിട്ട് സ്റ്റേ ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഫ്ലഡ്സ് ആർ ദ മോസ്റ്റ് കോമൺ നാച്ചുറൽ ഡിസാസ്റ്റർ. എക്സസീവ് റെയിൻ ഡ്യൂറിങ് ദ മൺസൂൺ സീസൺ കോസസ് ദ ഫ്ലഡ്. Affected people should inform the authorities in charge of the rescue operations about the disaster and wait for their help. ഫ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ മഴക്കാലത്ത് എക്സസ് ആയിട്ട് ഓവറായിട്ട് മഴ ഉണ്ടാകുമ്പോഴാണ് ഫ്ലഡ് ഉണ്ടാകുന്നത് അല്ലേ? വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അത് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൻ്റെ അതോറിറ്റീസുമായിട്ട് നമ്മൾ ഇൻഫോം ചെയ്യണം, അവരുടെ ഹെൽപ്പ് നേടണമെന്ന്. അവരുടെ ഹെൽപ്പ് നമ്മൾ തേടണം എന്നാണ് പറയുന്നത്. Do not attempt swim or drive on the flood water. There are chances for live electric lines, other dangerous objects in the flood water. അതുപോലെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന വെള്ളത്തിലൂടെ ഒരിക്കലും നമ്മൾ ഡ്രൈവ് ചെയ്യാനോ നീന്താനോ ഒന്നും ശ്രമിക്കാൻ പാടില്ല. കാരണം അതിൽ ഇലക്ട്രിക് ലൈൻസോ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും അതിൽ ഉണ്ടാകും. നെക്സ്റ്റ്, സുനാമി ആർ കോസ്ഡ് ബൈ അണ്ടർ വാട്ടർ എർത്ത് ഓർ ലാൻഡ് സ്ലൈഡ്. Listen to warning and precautionary instructions from government authorities. Stay away from coastal areas and move to higher ground. സുനാമി പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ് അതോറിറ്റീസിൽ നിന്നെല്ലാം കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മുന്നേ തന്നെ നമ്മൾ വേറെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. Disasters like cyclone or hurricane are often accompanied by strong wind and heavy rain. Listen to warning and instructions provided by authorities. Be watchful for climate changes and move to safer places in advance. Avoid staying anywhere alone. Stay in a safer place together with others until the climate becomes normal. കൊടുങ്കാറ്റ് പോലെയുള്ള ദുരന്തങ്ങൾ വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ക്ലൈമറ്റ് നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം അല്ലേ? കാലാവസ്ഥയിൽ വരുന്ന ചേഞ്ചസ് നിരീക്ഷിക്കണം. അതുപോലെ അതോറിറ്റീസിൽ നിന്ന് തരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ വേറെ സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറേണ്ടതൊക്കെയാണ്. These precautions are expected to be helpful to save lives and protect properties during natural disasters. ഇതുപോലെയുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നതിലൂടെ, മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ കഴിയും. നെക്സ്റ്റ്, ആക്ടിവിറ്റി 4. Let us read the news report of Juliana's survival that appeared in one of the prominent newspapers. ജൂലിയാനയുടെ ആ രക്ഷപ്പെടൽ, അതിനെക്കുറിച്ചുള്ള ന്യൂസ് റിപ്പോർട്ട് പത്രത്തിൽ വന്നിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ന്യൂസ് റിപ്പോർട്ട് നിങ്ങളൊന്ന് നന്നായി വായിച്ച് നോക്കണം. ഓക്കെ, ഇതിൽ ഓരോ പാർട്സും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈൻ ഏതാണ്, ബൈലൈൻ ഏതാണ്, ഡേറ്റ് ലൈൻ ഏതാണ്, ലീഡ് എന്താണ്, ബോഡി എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ തന്നെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ന്യൂസ് റിപ്പോർട്ട് വെച്ചിട്ട് ലെറ്റ് us now analyze the news report and fill in all its elements. താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ന്യൂസ് റിപ്പോർട്ട് നോക്കിയിട്ട് അതിലുള്ള ഓരോ എലമെൻസിനെ കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? എലമെൻറ്റ്സ് എന്ന് എഴുതിയിട്ട് അതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈൻ, ബൈലൈൻ, ഡേറ്റ് ലൈൻ, ലീഡ്, ബോഡി, ക്വാഡ് എന്നൊക്കെ. ഇനി അതിൻ്റെ ഫീച്ചർ എന്താണെന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഫങ്ഷൻ. നെക്സ്റ്റ് കോളത്തിൽ അതിനുള്ള ഒരു എക്സാമ്പിളും നമ്മൾ കൊടുക്കണം. ഫസ്റ്റ് ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ക്യാച്ചിയാണ് അല്ലേ? അത് ക്യാച്ചിയാണ്, നമുക്ക് കണ്ടാൽ തന്നെ വായിക്കാൻ തോന്നുന്ന ലെവലാണ്. നെക്സ്റ്റ് അതിൽ വരുന്നൊരു എക്സാമ്പിൾ എന്താണ്? ആ ഹെഡിങ് എന്താണെന്ന് എഴുതിയതാണ്, മിറാക്കിൾസ് ഹാപ്പൻ എന്ന്. ബൈലൈൻ എന്ന് വെച്ചാൽ എന്താണ്? ഹൂ റിപ്പോർട്ട്സ് ദ ന്യൂസ് എന്നാണ്. ആ റിപ്പോർട്ട് ചെയ്യുന്ന ആൾ അതാരാണെന്നാണ് അല്ലേ? ആരാണ്? എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സ്റ്റാഫ് റിപ്പോർട്ടർ. ഓക്കെ, നെക്സ്റ്റ് ഡേറ്റ് ലൈൻ. ഡേറ്റ് ലൈൻ എന്ന് വെച്ചാൽ ഡേറ്റ്സ് ഓൺ വിച്ച് ദ ന്യൂസ് ഈസ് റിപ്പോർട്ടഡ്. ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡേറ്റ് അതേതാണെന്നാണ്. January 4, 1971. ഓക്കെ, നെക്സ്റ്റ് ലീഡ്. ലീഡിൽ വരുന്നത് എന്താണ്? ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻസ് ആണ് ലീഡ് എന്ന് വെച്ചാൽ അതിൽ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫങ്ഷൻ ഓർ ഫീച്ചർ അതേതാ വരുന്നത്? ആൻസേഴ്സ് ദ 5 Ws. 5 Wsൻ്റെ ആൻസേഴ്സ് ആണ് അതിൽ വരുന്നത്. വാട്ട് എന്ന് വെച്ചാൽ എന്താണ് സംഭവം എന്ന്. ലാൻഡ്സ് ഓഫ് ഫ്ലൈറ്റ് 508 ക്രാഷ്ഡ്, അതാണ് സംഭവം അല്ലേ? നെക്സ്റ്റ് അടുത്ത W വരുന്നത് വെൻ എന്ന് വെച്ചാൽ എന്നാണ്. ഓൺ ദ ക്രിസ്മസ് എവേ, ക്രിസ്മസിൻ്റെ തലേ ദിവസം അല്ലേ? നെക്സ്റ്റ് എവിടെയാണ്? ഇൻ ദ ആമസോൺ ഫോറസ്റ്റ്. ഹു ആരാണ്? ജൂലിയാനെ 16-year-old ഗേൾ. നെക്സ്റ്റ് വൈ എങ്ങനെയാണ്? പ്ലെയിൻ ഹിറ്റ് എ സ്റ്റോം.
അതാണ് സംഭവം. ഓക്കെ, ഇനി നെക്സ്റ്റ് ബോഡിയാണ്. തീം ഓഫ് ദി റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ തീമാണ് നമ്മൾ ബോഡിയായിട്ട് ഉൾപ്പെടുത്തുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വാട്ടിൽ എന്താ വരുന്നത്? വേർഡ്സ് ഓഫ് ദി പീപ്പിൾ അഫക്റ്റഡ്, വേർഡ്സ് ഓഫ് ദി പീപ്പിൾ വിറ്റ്നസ്. ക്വാട്ട് എന്ന് വെച്ചാൽ എന്താണ്? അത് സംഭവിച്ചപ്പോൾ അതിലുള്ള ആളുകൾ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ എന്താ അത് വിറ്റ്നസ് ആയിട്ടുള്ള, അത് കണ്ടിട്ടുള്ള ആളുകൾ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ആഡ്സ് ടു അറ്റ് ദ സീൻ ഫീലിംഗ്. ആ സീന് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ കാര്യം അല്ലേ, അതെന്താണെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ ക്വാട്ട് എന്ന് ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ഫിഷർമെൻ ഹു റെസ്ക്യൂഡ് ദ ലിവ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഫ്ലഡ് വിക്ടിംസ് വർ ഹണേർഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഫോർ ദെയർ സെൽഫ്ലെസ് ബ്രേവ് ഡീഡ്സ്. You were one of the news reporters present at the event. Prepare a news report highlighting the services of the fishermen. വെള്ളപ്പൊക്ക ദുരിതത്തിൽ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തിയ ആ ഫിഷർമെൻസിനെ കേരള ഗവൺമെൻറ് ആദരിച്ചു അല്ലേ. അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കണം. ആ ഫിഷർമെൻസിൻ്റെ സർവീസസ്, അവർ ചെയ്ത കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതണം. ന്യൂസ് റിപ്പോർട്ടിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആവണമെന്ന് നമ്മൾ ഇതിന് മുന്നേ കണ്ടുല്ലേ. ആ ഇതിന് മുന്നേ തന്ന ആ ന്യൂസ് റിപ്പോർട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, ഫസ്റ്റ് ഹെഡ്ലൈൻ കൊടുക്കാം, സൺസ് ഓഫ് ദ സീസ് ദ റിയൽ ഹീറോസ് എന്ന്. ഡേറ്റ് കൊടുക്കണം, ദെൻ പ്ലേസ് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ എഴുതാം, ഡ്യൂറിങ് ദ മൺസൂൺ സീസൺ ഓഫ് 2018 എക്സസീവ് റെയിൻഫാൾ കോസ്ഡ് സിവിയർ ഫ്ലഡ് ഇൻ കേരള. Hundreds more would have died if the fishermen of Kerala had not rescued them. 132 fishermen with 22 boats left the coast of Mariana after they were requested to help by the offices of Chief Minister. When the news came of the rising water level in Chenganur area, many fishermen decided not to go to the sea to catch fish. Instead, they headed towards Chenganur to help the flood victims. The fishermen were fully engaged in the rescue operations and they did their very best to save the lives of people. Fishermen in other flooded areas also did the same. They spent their own money for the rescue operations and never waited for any help to repair or refuel their boats. As a sign of showing gratitude for their selfless service, they were felicitated by the Chief Minister. Each of them was given a ponada in appreciation of their selfless services to the flood victims. These fishermen risked their lives to save the lives of others. We have to learn a lot from their selfless service. The Chief Minister praised them as the real heroes of Kerala who would be remembered gratefully not only by the people who were rescued by them but also the entire people of Kerala. ഓക്കെ, ചെങ്കണ്ണൂർ ഏരിയയിൽ വാട്ടർ ലെവൽ റൈസ് ചെയ്തു. അവിടെ ആകെ ഫ്ലഡ് ഉണ്ടായില്ലേ, വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അവിടെയുള്ള ഫിഷർമാൻസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയിട്ടുള്ളത് അല്ലേ. അവരുടെ ജോലിക്കൊന്നും പോകാതെ അവരുടെ സ്വന്തം റിസ്കിൽ ഒത്തിരി പേരുടെ അവരുടെ ജീവൻ പണയം വെച്ചിട്ട് അവർ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഈ ഒരു സർവീസിനെ, അവരുടെ ഈ ഒരു പ്രവൃത്തിയെ ഗവൺമെൻറ് പൊന്നാട അണിയിച്ച് അവരെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.